ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ KDRB അല്ലേ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അടിസ്ഥാനത്തിൽ 36ഓളം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് LDC പോസ്റ്റ്. അതായത് നിലവിൽ വിളിച്ചിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലേക്കുള്ള LDC വിജ്ഞാപനങ്ങളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ 36ഓളം ഒഴിവുകളെ മുൻനിർത്തിയാണ് നിലവിൽ KDRB ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് LDC വിജ്ഞാപനങ്ങൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷയുടെ സിലബസ് ആണെന്ന് എല്ലാവരും തിരക്കുന്നത്. ഇതിന്റെ സിലബസ് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിന് നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ AZB എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. തുടങ്ങാം. നമുക്ക് ശ്രദ്ധിക്കുക, നിലവിൽ ഈ പരീക്ഷയുടെ സിലബസ് ബോർഡിലേക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ കഴിഞ്ഞ, അതായത് ഈ മുൻകാലങ്ങളിൽ നടത്തിയ പരീക്ഷയുടെ അതേ സിലബസിന്റെ ഒരു കോപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ബോർഡിലേക്ക് നോക്കുകയും നമുക്ക് റീസെന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറി നമ്പർ 8/2022 നോക്കണേ. കാറ്റഗറി നമ്പർ 8/2022 അടിസ്ഥാനമാക്കി ഇതുപോലെ നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന പേരിൽ. അപ്പൊ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്നു പരീക്ഷകൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പരീക്ഷകൾ രണ്ടും KDRB തന്നെയാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും അത് മലബാർ ദേവസ്വം ബോർഡായാലും കൂടൽമാണിക്യമായാലും ഗുരുവായൂരായാലും തീർച്ചയായിട്ടും പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയാണ് KDRB എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ KDRBന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ഒരു സിലബസ് ആണിത്, 08/2022. അപ്പൊ അതേ സിലബസിൽ തന്നെയാണ് വരാൻ പോകുന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. നമുക്ക് എന്റെ സിലബസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ആദ്യമായി പറയട്ടെ, ചോദ്യങ്ങളുടെ ഭാഷ എങ്ങനെയായിരിക്കും? ചോദ്യം ഒന്നെങ്കിൽ മലയാളത്തിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ, അതും അല്ലെങ്കിൽ തമിഴ്, അതും അല്ലെങ്കിൽ കന്നഡ. 4 ഭാഷയിലാണ് ചോദ്യങ്ങളുള്ളത്. ഓരോരോ വിഷയങ്ങൾ ഏതൊക്കെ ഭാഷയാണെന്ന് ഞാൻ പോകുന്ന വഴി കൃത്യമായി പറയും. മുന്നോട്ട് പോകുന്ന വഴി കൃത്യമായി ഞാനത് മെൻഷൻ ചെയ്യും. മലയാളത്തിലുണ്ട് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിലുണ്ട് ക്വസ്റ്റ്യൻ, തമിഴിലും കന്നഡയിലും വരാം. പക്ഷേ അത് ഒരു 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 ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ പറയും. അപ്പം അത് ഓരോ പാർട്ടായിട്ട് നമ്മുടെ സിലബസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട് ഇംഗ്ലീഷിലായിരിക്കും, അടുത്ത പാർട്ട് മലയാളത്തിലായിരിക്കും. അതിന് ഓരോന്നും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ ഭാഷ 4 തരത്തിൽ, മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആകെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും 100 ചോദ്യങ്ങളുണ്ട് അല്ലേ? എത്ര മാർക്കാണ്? 100 മാർക്ക്. നോക്കണേ, 100 ചോദ്യങ്ങളുണ്ട്. എത്ര മാർക്കാണ്? 100 മാർക്ക്. 100 മാർക്കിന് 100 ചോദ്യങ്ങൾ. എത്ര പരീക്ഷാ സമയം? 75 മിനിറ്റ്. ആസ് യൂഷ്വൽ പതിവുപോലെ PSC പോലെ തന്നെ നോക്കണേ, 75 മിനിറ്റ് ആണ്. മറക്കരുത്, നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 100 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. അത് 75 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മറക്കല്ലേ, 75 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങളുടെ 0.33 മാർക്ക് നഷ്ടപ്പെടാം. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങൾക്ക് 0.33 മാർക്കാണ് നഷ്ടപ്പെടുന്നത്. നെഗറ്റീവ് 1/3 അല്ലെങ്കിൽ 0.33 മാർക്കാണെന്ന് മറക്കരുത്. ക്ലിയർലി റൈറ്റ്. നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു വിശദീകരിച്ച സിലബസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ആദ്യം തന്നെ ഇൻഡെക്സ് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. ഇൻഡെക്സിൽ പറയുന്നു പാർട്ട് 1. എന്താണ് സിലബസിന്റെ പാർട്ട് 1? എന്താണ്? പൊതുവിജ്ഞാനവും കറണ്ട് അഫെയറും. ശരിയല്ലേ? പൊതുവിജ്ഞാനവും കറണ്ട് അഫെയർ ആണ് സിലബസിന്റെ പാർട്ട് 1. ശരിയല്ലേ? ഇനി മുന്നോട്ട് പോകുന്നു, പരിശോധിക്കാം സിലബസിന്റെ പാർട്ട് 2. ശരിയല്ലേ? സിലബസിന്റെ പാർട്ട് 2 എന്താണ്? പാർട്ട് 2 എന്ന് പറയുന്നത് ശരിക്കും മാത്സ് ആൻഡ് റീസണിങ്. ശരിയല്ലേ? സിലബസിന്റെ പാർട്ട് 2 എന്താണ്? മാത്സ് ആൻഡ് റീസണിങ് ആണ് സിലബസിന്റെ പാർട്ട് 2. ക്ലിയർ. അതുപോലെ തന്നെ സിലബസിന്റെ പാർട്ട് 3 നോക്കിയേ. സിലബസിന്റെ പാർട്ട് 3 എന്താണ്? ഇംഗ്ലീഷ്. മറക്കല്ലേ, സിലബസിന്റെ പാർട്ട് 3 എന്താണ്? ഇംഗ്ലീഷ് ആണ്. മുന്നോട്ട് പോകുന്നു എങ്കിൽ സിലബസിന്റെ പാർട്ട് 4 എന്താണ്? പാർട്ട് 4 മലയാളമാണ്. പാർട്ട് 4 ആരാ? മലയാളമാണ്. മുന്നോട്ട് പോകുന്നു, സിലബസിന്റെ പാർട്ട് 5 എന്താണ്? പാർട്ട് 5ൽ കൊടുത്തിരിക്കുന്നു അടിസ്ഥാന ശാസ്ത്രം, സയൻസ് ആണ്. സയൻസിൽ ആരൊക്കെയുണ്ട്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. മറന്നുപോകല്ലേ, സയൻസിൽ ആരൊക്കെയുണ്ട്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സയൻസിനകത്തുണ്ട്. അവിടെ നമുക്ക് 6ാമത്തെ വിഷയമായി കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ ആണ്, IT ആണ്. 6ാമത്തെ വിഷയമായി പാർട്ട് 6 IT ആണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 7 എന്താ കൊടുത്തിരിക്കുന്നത്? പാർട്ട് 7 എന്ന് പറയുന്നത് ക്ഷേത്ര കാര്യങ്ങൾ. നമ്മളെല്ലാ പരീക്ഷയിലും ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് KDRBയുമായി ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷകളിലും കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് ശരിക്കും ക്ഷേത്ര കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്താ ക്ഷേത്ര കാര്യങ്ങൾ? ഹൈന്ദവ സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ. ക്ലിയർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 6 ടോപ്പിക്കുകൾ ചേർന്നിട്ടാണ്. 6 ടോപ്പിക്കുകളുണ്ട്. ഈ 6 ടോപ്പിക്കുകൾ ചേർന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ KDRBന്റെ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? KDRBന്റെ പരീക്ഷകൾ നടക്കാൻ പോകുന്ന 6 ടോപ്പിക്കുകൾ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ 7 ടോപ്പിക്കുണ്ട്. അപ്പോൾ 7 ടോപ്പിക്കുകൾ ചേർത്തുകൊണ്ടാണ്, വരുന്ന 7 ടോപ്പിക്കുകൾ ചേർത്തുകൊണ്ടാണ് നിലവിലെ KDRB ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന്റെ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഈ 7 ടോപ്പിക്കിൻ്റെയും ഒരു വിശദീകരിച്ച സിലബസ് നമുക്കൊന്ന് പരിശോധിക്കണം. ഏതെങ്കിലും ക്ഷമയോടത് കാണുക, കുറച്ച് സമയം എടുക്കും, ഒരു 30 മിനിറ്റ് എബോവ് പോവും, കാരണം അത്രമാത്രം ടോപ്പിക് ഇതിൽ പറയാനുണ്ട്. ശ്രദ്ധയോടെ കൃത്യമായിട്ട് ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, വെള്ള പേപ്പറും പേനയും എടുക്കുക, ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, പറയുന്നതിന് ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്യുക. മുന്നോട്ട് പോകാൻ നമുക്ക് നോക്കാം. സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സിലബസിന്റെ പാർട്ട് 1 പരിശോധിക്കുക. സിലബസിന്റെ പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. എന്താ പാർട്ട് 1 എന്ന് പറയുന്നത്? GK ആൻഡ് കറണ്ട് അഫെയർ. ആരാത് പാർട്ട് 1? GK ആൻഡ് കറണ്ട് അഫെയർ ആണ്. ആ പാർട്ട് 1 GK കറണ്ട് അഫെയർ എങ്ങനെയാണ്? 30 ചോദ്യങ്ങൾ. ശരിയല്ലേ? ചോദ്യങ്ങൾ എത്രയാണ്? 30 ആണ്. 30 മാർക്ക്. ശരിയാണോ? 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ചോദ്യഭാഷ എങ്ങനെയാണ്? മലയാളമുണ്ട്, തമിഴ് അല്ലെങ്കിൽ കന്നഡ. ചോദ്യങ്ങളുടെ ഭാഷ ശരിക്കും GK കറണ്ട് അഫെയറും എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ തമിഴിൽ, അല്ലെങ്കിൽ കന്നഡ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 30 ചോദ്യങ്ങളാണുള്ളത്. അത് 30 മാർക്കിനാണുള്ളത്. ഏതാ? GK ആൻഡ് കറണ്ട് അഫെയർ 3 ഭാഷയിൽ കാണാൻ കഴിയും. മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. നമ്മൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പം ശരിക്കും GK കറണ്ട് അഫെയർ ഇംഗ്ലീഷിൽ ഇല്ലാന്ന് മനസ്സിലാക്കുക. ഇനി ടോപ്പിക് 1 ശരിക്കും എന്താ കൊടുത്തിരിക്കുന്നത്? GK കറണ്ട് അഫെയറിൽ ഒന്നാമത്തെ ടോപ്പിക് എന്താ കൊടുത്തിരിക്കുന്നത്? കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ആണല്ലോ അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര മേഖലയിലെ പ്രധാന വ്യക്തികൾ, പ്രധാന കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആദ്യം കൊടുത്തിരിക്കുന്ന എന്താണ്? കറണ്ട് അഫെയർ. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. ശരിക്കും എന്താ? ടോപ്പിക് 1. മുന്നോട്ട് പോകുന്നു. അപ്പോൾ ടോപ്പിക് 1 എന്താ? കറണ്ട് അഫെയർ ആണ്. അടുത്ത ടോപ്പിക് 2 കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, അവരുടെ സംഭാവനകൾ, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ്, ഇന്ത്യൻ പ്രസിഡന്റുമാർ, ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. ശരിക്കും ഒരു ആധുനിക ഇന്ത്യയുമായി കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവിടെ നമുക്ക് അവസാനം കണ്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റുമാരും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ടോപ്പിക് എടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി, ഗാന്ധി ദർശനങ്ങൾ, ഗാന്ധിയൻ പാരമ്പര്യം, കാലാവൃത്തിയായ ഗാന്ധിയൻ മൂല്യങ്ങൾ, കാലിക പ്രാധാന്യവും പ്രസക്തിയും, തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവ നേടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഗാന്ധിജിയുടെ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ടോപ്പിക് 3. അടുത്ത വന്നു നാലാമത്തെ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നു. എന്താ ടോപ്പിക്ക് 4 പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ സാമ്പത്തിക രംഗം, സാമ്പത്തിക പരിഷ്കാര നടപടികൾ, ദേശീയ വരുമാനം, വളർച്ചാ നിരക്ക്, രൂപയുടെ വരവ്, ചെലവ്, ബാങ്ക് ദേശസാൽക്കരണം, ബാങ്കിംഗ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക്, അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ഘടനയും പ്രവർത്തനവും, സ്ഥാപിത ലക്ഷ്യങ്ങളും. ഇന്റർനാഷണൽ എക്കണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുണ്ട്. ഇന്ത്യൻ എക്കണോമിക്സും അന്തർദേശീയ, ദേശീയ എക്കണോമിക്സും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതോ. അടുത്ത 5ാമത്തെ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്ന ബോർഡിലേക്ക് നോക്കിയേ. എന്താ ടോപ്പിക്ക് 5? പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ, കൂട്ടായ്മകൾ, ഐക്യരാഷ്ട്ര സംഘടന, G4 രാജ്യങ്ങൾ, അന്താരാഷ്ട്ര കോടതികൾ, സർവ്വരാജ്യ നേഷൻ സഖ്യം അല്ലെങ്കിൽ നേഷൻ, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, ആസിയാൻ, സാർക്ക്, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അന്തർദേശീയ നാണ്യനിധി, ആസ്ഥാനം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടനയും പ്രവർത്തനവും. ശരിക്കും അപ്പോഴ് പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളൊക്കെ കൊടുത്തിരിക്കുകയാണ് അല്ലെ. G4, ചേരിചേരാ പ്രസ്ഥാനം, സർവ്വരാജ്യ സഖ്യം ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് 5ാമത്തെ ടോപ്പിക്ക്. അടുത്ത 6ാമത്തെ ടോപ്പിക്ക് ശരിക്കും എന്താ? 6ാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സാമൂഹിക, സാമ്പത്തിക, വ്യവസായിക, കാർഷിക, വിവര വിനിമയ, വിവര സാങ്കേതിക മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട അല്ലെങ്കിൽ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരിക്കും ഒരു ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ കൈവരിച്ച പ്രധാനപ്പെട്ട കുറേ നേട്ടങ്ങൾ. ശരിക്കും ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ എല്ലാ നേട്ടങ്ങളും പഞ്ചവത്സര പദ്ധതിയിലുണ്ട്. നമ്മൾ ഇന്ത്യക്ക് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി 40-ന് ശേഷം നമ്മൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പഞ്ചവത്സര പദ്ധതി. സോ ഈ ഒരു ടോപ്പിക്കിന് ആരെ പഠിച്ചാൽ മതി? 5 ഇയർ പ്ലാന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അത് അവിടെ കവർ ആയിക്കോളും. അപ്പോൾ അവിടെ എക്കണോമിക്സ് അവിടെ കവർ ആയിക്കോളും. അങ്ങനെ 5ാമത്തെ ടോപ്പിക്ക് കടന്നു പോകുന്നു. അടുത്ത 6ാമത്തെ ടോപ്പിക്ക് സ്പോർട്സ് ആണ്. 6ാമത്തെ ടോപ്പിക്ക് നോക്കാം. ടോപ്പിക് നമ്പർ 6 കൊടുത്തിരിക്കുന്നത് സ്പോർട്സ് ആണ്. കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്, ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ, ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, അർജുന അവാർഡ് ജേതാക്കൾ, 2019 പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ. പക്കാ സ്പോർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒളിമ്പിക്സ്, അതുപോലെ ദേശീയ ഗെയിംസുകൾ, അവിടുത്തെ മലയാളി സാന്നിധ്യം,
കേരളവുമായി ബന്ധപ്പെട്ട സ്പോർട്സിന്റെ കണക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചേർത്തിട്ട് ശരിക്കും കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ള എന്താ 2019 അല്ല കേട്ടോ, ഇവിടെ നമുക്ക് ശരിക്കും 2022 ആയതുകൊണ്ട് 2019, ഇത് 22 സിലബസ്, അതാ 19 കൊടുത്തിരുന്നത്, 19 അല്ല. ഇവിടെ നമുക്ക് വേണ്ടത് 23, 24. 2023ലെയും 24ലെയും രാജ്യാന്തര നിലവാരത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലും രാജ്യത്തിനകത്ത് നടത്തിയ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ, സ്പോർട്സ് മത്സരങ്ങൾ, അവാർഡുകൾ കറണ്ട് അഫെയറിൽ കണക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ടോപ്പിക് 6 പോകുന്നു. അടുത്ത ടോപ്പിക് 7 ആണ്. നോക്കണേ, ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കല, സാഹിത്യ, ഭാഷാപോഷണത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സാരഥികൾ. അങ്ങനെ 7ാമത്തെ ടോപ്പിക്ക് ഒന്നുമില്ല, കൾച്ചറൽ ടോപ്പിക്കാണ്. ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ, അതായത് ശരിക്കും കൾച്ചറുമായി ബന്ധപ്പെട്ട്, മലയാളവുമായി ബന്ധപ്പെട്ട്, കൾച്ചറുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രചനകൾ, അതുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ, അവാർഡുകൾ, സാരഥികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ടോപ്പിക് 7 കടന്നു പോകുന്നു. അടുത്ത 8ാമതൊരു ടോപ്പിക്കുണ്ട്. എന്താ 8ാമതിൽ പറയുന്നത്? അന്തർദേശീയ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ, കണ്ടുപിടുത്തങ്ങൾ, നോബൽ പുരസ്കാര ജേതാക്കൾ, ഇന്ത്യൻ പുരസ്കാര സയന്റിസ്റ്റുമാർ, നോബൽ സമ്മാന അർഹരായ ഇന്ത്യൻ സയന്റിസ്റ്റുമാർ, പത്മ പുരസ്കാരങ്ങൾ, പുരസ്കാര ജേതാക്കൾ. ശരിക്കും ഒരു ശാസ്ത്ര, അതായത് സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര പ്രതിഭകൾ ആരൊക്കെ? അത് അന്തർദേശീയ തലവും ദേശീയ തലവും വേണം, രണ്ടും വേണം. അന്തർദേശീയവും വേണം, ശരിക്കും ദേശീയവും വേണം, അല്ലേ? പിന്നെ അതുപോലെ നോബൽ സമ്മാനം പുരസ്കാരങ്ങൾ ജേതാക്കൾ, ഇന്ത്യയിലെ വനിതാ സയന്റിസ്റ്റുമാരെ കുറിച്ച് പഠിക്കണം. പിന്നെയുള്ളത് ഇന്ത്യയിലെ സയന്റിസ്റ്റുമാർ, അതായത് നോബൽ സമ്മാന അർഹരായ ഇന്ത്യയിലെ സയന്റിസ്റ്റുമാർ, പത്മ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുക, പുരസ്കാര ജേതാക്കളെ കുറിച്ച് പഠിക്കുക. പിന്നെ ടോപ്പിക് 9 പോകുന്നു. 9ാമത്തെ ടോപ്പിക് എന്താണ്? ഇന്ത്യയിൽ വിശേഷിച്ച കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം. ശരിക്കും പഞ്ചായത്ത് രാജ് കേട്ടോ. ഈ വികേന്ദ്രീകരണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഡീസെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? പഞ്ചായത്ത് രാജ്. നമുക്കറിയാം 73ാമത്തെയും 74ാമത്തെ അമെന്റ്മെന്റുകളുണ്ട്. ഈ അമെന്റ്മെന്റ് കേരളത്തിലുണ്ടാക്കിയ എഫക്റ്റുകളെ കുറിച്ചും കൃത്യമായി നോക്കണം. അപ്പോൾ ഇന്ത്യയിൽ വിശേഷിച്ച കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, ലക്ഷ്യവും പ്രയോജനവും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. ശരിക്കും പഞ്ചായത്ത് രാജിന്റെ എഫക്റ്റും കൃത്യമായി നോക്കുക. അടുത്ത 10ാമത്തെ ടോപ്പിക്കാണ്. 10 പരിശോധിക്കാം. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ, പരിസ്ഥിതി അനുദിനങ്ങൾ, പ്രാധാന്യവും പ്രസക്തിയും, പരിസ്ഥിതി വൈവിധ്യത്തിന് നിദാനമായ ആവാസ വ്യവസ്ഥകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ശരിക്കും പക്ക എക്കോളജിയാണ്. അത് കൃത്യമായി നോക്കുക. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ എന്തൊക്കെ, സ്ഥാപനങ്ങൾ ഏതൊക്കെ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെ, അവരുടെ സംഭാവനകൾ എന്തൊക്കെ, പരിസ്ഥിതി അനുബന്ധ ദിനങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ കൃത്യമായിട്ട് എക്കോളജിയുമായി കണക്ട് ചെയ്ത് നമ്മുടെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത 11ാമത്തെ ടോപ്പിക്കാണ്. ടോപ്പിക് നമ്പർ 11 പരിശോധിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യത്തിന്റെ പുസ്തകം, ആമുഖം, പ്രിയാമ്പിൾ, യൂണിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മൗലിക അവകാശങ്ങളിലെ പ്രധാന വകുപ്പുകൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിന്റെ പ്രവർത്തനവും സാരഥികളും, സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ, വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, പൗരത്വം. ശരിക്കും പക്ക കോൺസ്റ്റിറ്റ്യൂഷനെ ടോപ്പിക്കായി നോക്കണം. ഈ ലിസ്റ്റുകളും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഫണ്ടമെന്റൽ റൈറ്റും പ്രിയാമ്പിളും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളും കൃത്യമായി നോക്കുക. ടോപ്പിക് നമ്പർ 11 ആണേ. അപ്പോൾ ടോപ്പിക്കിന്റെ നമ്പർ കൃത്യമായി ചെക്ക് ചെയ്യുക. ശരി, മുന്നോട്ട് പോകുന്ന അടുത്ത 12ാമത്തെ ടോപ്പിക്കാണ്. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഘടന, അധികാരങ്ങൾ, പ്രവർത്തന ലക്ഷ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് വരുന്നില്ല. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷനുകൾ, വിവരാവകാശ കമ്മീഷനുകൾ, അതിൻ്റെയൊക്കെ ഘടനയും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? പിന്നെയുള്ള ശരിക്കും 13ാമത്തെ ഒരു ഓർഗനൈസേഷനുള്ള 13ാമത്തെ ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ പറയുന്ന കാര്യം എന്താണ്? സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ. ശരിക്കും ഉദ്ദേശിക്കുന്നത് വെൽഫെയർ സ്കീംസ് ആണ്. ഇന്ത്യയിലെയും കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീംസ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീംസ്, അതുപോലെ തന്നെ പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള സ്കീംസ്, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്കീംസ്, അതുപോലെ തന്നെ പ്രായമായവർക്കുള്ള സ്കീംസുകൾ, പ്രത്യേക അസുഖങ്ങൾ ബാധിച്ചവർക്ക് വേണ്ടിയുള്ള സ്കീംസുകൾ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്കീംസുകൾ, ഇങ്ങനെയുള്ള സ്കീംസുകളാണ്.
അത് കൃത്യമായി സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് പഠിക്കുക. അടുത്ത 14ാമത്തെ ടോപ്പിക് കൊടുത്തിരിക്കുന്നു, ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, സംസ്ഥാന അഴിമതി അന്വേഷണ സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെയും കേരളത്തിലെയും സംസ്ഥാന അഴിമതി നിരോധന നിയമങ്ങൾ, കേന്ദ്ര അഴിമതി നിരോധന നിയമങ്ങൾ, ഓർഗനൈസേഷൻസ് കൃത്യമായി നോക്കുക. അടുത്ത 14ാമത്തെ ടോപ്പിക്കാണ് 15. ടോപ്പിക് നമ്പർ 15 ആഗോളതാപനം, ഓസോൺ പാളികളുടെ ശോഷണം, കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ശരിയും ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ പാളിന്റെ പ്രശ്നങ്ങൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റുകളെ കുറിച്ചും കൃത്യമായി പഠിക്കാം. ടോപ്പിക് നമ്പർ 16 15. അടുത്ത 16ലേക്ക് കടക്കുന്നു. 16 എന്താ പറയുന്നത് നോക്കൂ, പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ, ലോകത്തെ ബാധിച്ച മഹാവ്യാധികൾ, COVID-19, സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ്, H1N1, എബോള, സിക്ക വൈറസ്, അവയുടെ വ്യാപനം, കൈക്കൊണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, മുൻകരുതലുകൾ, COVID-19 വ്യാപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട രോഗവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, നിയമങ്ങൾ, വിവിധ പാക്കേജുകൾ. 16ാമത്തെ ടോപ്പിക്കാണ് പ്രകൃതി ദുരന്തങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കീംസുകളും, അതുപോലെ COVID-19, സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ്, H1N1 ഇങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കണം. അതിൻ്റെ ഹിസ്റ്ററി ഉൾപ്പെടെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ശരിക്കും ഓരോ രാജ്യങ്ങളും സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ. അങ്ങനെ 16. അടുത്ത 17ാമത്തെ ടോപ്പിക്കാണ് ഏറ്റവും കടുപ്പം. ശ്രദ്ധിച്ചേ, സാധാരണ ഒരു PSCയിൽ പഠിക്കാത്തൊരു ടോപ്പിക്കാണ് 17. സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി. നമ്മൾ CSBയിൽ പഠിക്കും അല്ലേ, നമ്മൾ ഈ സഹകരണ പരീക്ഷകൾ പഠിക്കും, അല്ലാതെ ജനറൽ PSCയിൽ പഠിക്കുന്നില്ല. അപ്പോൾ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയും, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻഡ്മെന്റ് ആക്ട് 1999, സംസ്ഥാന കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷനുമായി കണക്ട് ചെയ്ത് കോപ്പറേറ്റീവ് ആക്ടുകൾ 1969 ആക്ട്, 1999 അമെൻഡ്മെന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, കോപ്പറേറ്റീവ് മേഖലയിൽ കേരളം കൈവരിച്ച പ്രധാന പുരോഗതികൾ. അങ്ങനെ 17. അടുത്ത 18 പരിശോധിക്കാം. നമ്മുടെ ടോപ്പിക്ക് 18 സാമൂഹ്യ നീതിനിരം, പ്രാധാന്യവും പ്രസക്തിയും, വിയന്ന പ്രഖ്യാപനം, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ദളിത് മുന്നേറ്റങ്ങൾ, സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ, 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN മനുഷ്യാവകാശ കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സാമൂഹ്യ നീതിക്കായുള്ള പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ, ലോക തൊഴിലാളി ദിനം, പ്രധാന തൊഴിൽ നിയമങ്ങൾ ആവിർഭാവം, തൊഴിലാളി നിയമങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ, ലേബർ വെൽഫെയർ ബോർഡുകൾ. അങ്ങനെ 18ാമത്തെ ടോപ്പിക്കാണ് ശരിക്കും വേൾഡുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശങ്ങൾ, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തികൾ, നേതാക്കൾ. പിന്നെയുള്ളത് 19ാമത്തെ ടോപ്പിക്കാണ് യുണിസെഫ്. 19 അല്ലായിരുന്നോ? 17, 18, 19 കറക്റ്റാണ്. അടുത്ത 19ാമത്തെ ടോപ്പിക്കാണ് യുണിസെഫ് എന്ന് പറയുന്നത്. അത് യുണിസെഫ് ആണ്. യുണിസെഫ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള UN കൺവെൻഷൻസ്, കുട്ടികളുടെ അവകാശങ്ങൾ, ചൈൽഡ് കെയർ ആക്ട് 2000, കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ. യുണിസെഫ് കുട്ടികളുടെ അവകാശങ്ങൾ, യുണിസെഫുമായി കണക്ട് ചെയ്ത് കുടുംബശ്രീയും അംഗൻവാടിയും ആശാ വർക്കേഴ്സിനെയും കുറിച്ച് പഠിക്കുക. പിന്നുള്ള 20ാമത്തെ ടോപ്പിക്കാണ്. 20 പരിശോധിക്കുക. എന്താ 20? റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ്, ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യവും പ്രസക്തിയും, 2019 മോട്ടോർ വെഹിക്കിൾസ് നിയമ ഭേദഗതി ബില്ല്, പ്രധാന അമെൻഡ്മെന്റ്, ട്രാഫിക് നിയമലംഘനത്തിനുള്ള പിഴകൾ. കൃത്യമായിട്ട് സാധാരണ ഒരു കേരള PSCയിൽ നമ്മൾ ഡ്രൈവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് റോഡിലെ സുരക്ഷാ നിയമങ്ങളും, അതുമായി ബന്ധപ്പെട്ട പെറ്റിയും പെനാൽറ്റിയും, അതുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസുകളും, ഭേദഗതി ബില്ലുകളും. കൃത്യമായി നോക്കാൻ ടോപ്പിക് 20ആണ്. അടുത്ത 21ാമത്തെ ടോപ്പിക്കാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, റംസാർ സൈറ്റ്, മണ്ണിനം പോലുള്ള കാര്യങ്ങളെ നോക്കി കേരള ജോഗ്രഫി. ടോപ്പിക് 21. കേരള ജോഗ്രഫിയിൽ ശരിക്കും കേരളത്തിലെ കാലാവസ്ഥ നദിയും പഠിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ ഗതാഗതത്തെക്കുറിച്ച് പഠിക്കുക, വാർത്താവിനിമയത്തെക്കുറിച്ച് പഠിക്കുക, വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങളെ ചേർത്ത് ടോപ്പിക് 21. അടുത്ത കടന്നു പോകുന്ന ടോപ്പിക് 22. 22ാമത്തെ ടോപ്പിക്കാണ് ഇന്ത്യയിലെ വിശേഷ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, ചിപ്കോ, സൈലന്റ് വാലി, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ക്ലീൻ ഗംഗ പ്രോജക്റ്റ്. അപ്പോൾ ശരിക്കും ഇന്ത്യയിലെ പ്രധാന വിശേഷ കേരളത്തിലെ, അതായത് ശരിക്കും ഒരു എക്കോളജിയും ജോഗ്രഫിയുടെ കണക്ട് ചെയ്ത പോർഷനാണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും പരിസ്ഥിതി സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകളും വേണം, സമരങ്ങളൊക്കെ വേണം അല്ലേ.
അടുത്ത 23ാമത്തെ ടോപ്പിക്കാണ്. നോക്കണേ, 23 വീണ്ടും ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. കേരളത്തിലെ വിവിധതരം വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, പുൽമേടുകൾ, ജൈവ വൈവിധ്യം, വനങ്ങളുടെ പ്രത്യക്ഷ പരോക്ഷ ഗുണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ വനങ്ങളുടെ പ്രസക്തി, കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പ്രവൃത്തികളും, അന്താരാഷ്ട്ര വനദിനം 2022 നമുക്ക് വേണ്ടത് 23, 24. അവിടെ ഏറ്റവും പുതിയ 23, 24 കറണ്ട് അഫെയർ 23, 24 കൃത്യമായിട്ട് ചെക്ക് ചെയ്യണേ. വനമിത്ര പുരസ്കാര ജേതാക്കൾ. അടുത്ത 24ാമത്തെ ടോപ്പിക്കാണ്. എന്താ 24 പറയുന്ന കാര്യം? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, വ്യവസായിക മേഖല, കൈവരിച്ച പുരോഗതി, നേട്ടങ്ങൾ, പ്രധാന കൃതികൾ. അടുത്ത 25ാമത്തെ ടോപ്പിക്കാണ്. പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ 25. അടുത്ത 26ാമത്തെ ടോപ്പിക്കാണ്. സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അടുത്ത 27ാമത്തെ ടോപ്പിക്കാണ്. ആധുനിക കേരളം. ബോർഡ് കാണുന്നുണ്ടോ? 27ാമത്തെ ടോപ്പിക്ക് എന്താ? 27ാമത്തെ ടോപ്പിക്കാണ് ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം. അങ്ങനെ 27 ടോപ്പിക്ക് നമുക്കായിട്ടുണ്ട്. നമ്മൾ ശരിക്കും എവിടെ നിൽക്കുന്നത്? നമ്മൾ GK ആൻഡ് കറണ്ട് അഫെയറിലാണ് നിൽക്കുന്നത്. 27ാമത്തെ ടോപ്പിക്ക് ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം. അതുപോലെ ബോർഡിലേക്ക് നോക്കുക. പഴശ്ശി കലാപം, മലബാർ ലഹള, വാഗൺ ട്രാജഡി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രജാമണ്ഡലം, സമരനായകർ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം, ഐക്യകേരളം, കേരളപ്പിറവി, ആദ്യ ജനകീയ മന്ത്രിസഭ എന്നുള്ള 26 ടോപ്പിക്ക്. ശരിയല്ലേ? 27ാമത്തെ ആയിരുന്നല്ലേ? 27 ടോപ്പിക്ക്. ഇനി 28ാമതൊരു ടോപ്പിക് കൂടെ പറയുന്നുണ്ട്. നോക്കുക, 28ാമത്തെ ടോപ്പിക്ക് ഏതാ? ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അവർ കൊടുത്തിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനടിയിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ, സബ് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാമോ അതെല്ലാം കൃത്യമായി പഠിച്ചു വരണം. 28ാമത്തെ ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. 28ാമത്തെ ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ളത്. അവിടെ നമുക്ക് പാർട്ട് 2, സിലബസിന്റെ പാർട്ട് 2 ആണ്. എന്താ പാർട്ട് 2 എന്ന് പറയുന്നത്? നോക്കണേ നിങ്ങൾ, പാർട്ട് 2 എന്താ? മാത്സ് ആൻഡ് റീസണിംഗ്. മാത്സ് ആൻഡ് റീസണിംഗിൽ 10 ചോദ്യമാണ്. മാത്സ് ആൻഡ് റീസണിംഗ് ശരിക്കും 10 ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. 10 മാർക്ക് അല്ലേ? 10 ചോദ്യം 10 മാർക്കാണ്. ചോദ്യങ്ങളുടെ ഭാഷ എങ്ങനെയാണ്? മലയാളത്തിലാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, മാത്സ് ആൻഡ് റീസണിംഗ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മാത്സ് ആൻഡ് റീസണിംഗ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, മറക്കല്ലേ? മാത്സ് ആൻഡ് റീസണിംഗ് നമുക്ക് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മറക്കാതെ ഇവിടെ കൊണ്ട് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ മലയാളം, അതും അല്ലെങ്കിൽ തമിഴ്, അതും അല്ലെങ്കിൽ കന്നഡ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്സ് ആൻഡ് റീസണിംഗ് മലയാളത്തിൽ മാത്രം. അവിടെ പഠിക്കേണ്ട ചാപ്റ്ററുകൾ പറയുന്നുണ്ട്. അംശബന്ധം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധവും ആനുപാതവും, അതുപോലെ 2 അളവുകളുടെ അംശബന്ധം, അതുപോലെ 3 അളവുകളുടെ അംശബന്ധം, അതുപോലെ നേരനുപാതം, വിപരീത അനുപാതം. അപ്പോൾ ശരിക്കും പറയുന്നത് അംശബന്ധവും ആനുപാതികവും പോലുള്ള കാര്യങ്ങളെ മിക്സ് ചെയ്യണം. പിന്നെയുള്ളത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് നോക്കാം ശ്രേണികൾ, ഗണിത ശ്രേണികൾ. പിന്നെയുള്ളത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നോക്കാം ശതമാനം പലിശ, സാധാരണ പലിശയും കൂട്ടുപലിശയും കൃത്യമായിട്ട് നോക്കുക, ശതമാനത്തെ കൃത്യമായിട്ട് നോക്കുക. പിന്നെയുള്ളത് ശരാശരികളെ കുറിച്ച് കൃത്യമായിട്ട് നോക്കുക. പിന്നെയുള്ളത് ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും നോക്കണം. പിന്നെയുള്ളത് ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ലാഭവും നഷ്ടവും കൃത്യമായിട്ട് നോക്കുക. പിന്നെയുള്ളത് ജാമിതി രൂപങ്ങളിലെ പരപ്പളവും വ്യാപ്തവും വേണം. വൃത്തം, ത്രികോണം, ചതുരം പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് സമയവും ദൂരവുമാണ്. നോക്കണേ, സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ നമുക്ക് വേണം. പിന്നെയുള്ളത് ശരിക്കും ദിശാബോധം എന്നൊരു ടോപ്പിക്കാണ്, ദിശാബോധം. പിന്നെയുള്ളത് കലണ്ടറും തീയതി, റീസണിങ്ങുമായി ബന്ധപ്പെട്ട്. പിന്നെയുള്ളത് സീരീസ് ആണ്, നമ്പർ സീരീസും ലെറ്റർ സീരീസുമാണ്. പിന്നെയുള്ളത് നമുക്ക് നോക്കാം സാധ്യതകളുള്ള ഗണിതം, പ്രോബബിലിറ്റി എന്ന് വിളിക്കാം. സാധ്യതകളുള്ള ഗണിതമാണ് പ്രോബബിലിറ്റി. അങ്ങനെ ഇത്രയും ടോപ്പിക്കുകളെയാണ് ശരിക്കും നമുക്ക് മാത്സ് ആൻഡ് റീസണിങ് നമുക്ക് ആവശ്യം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മാത്സ് ആൻഡ് റീസണിങ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മറക്കരുത്. പക്ഷേ ഒരു കാര്യമുണ്ട്, GK നമുക്ക് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷിലല്ലേ ചോദിക്കാൻ കഴിയൂ. അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം നോക്കൂ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ 10 ചോദ്യം. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ നേട്ടം ചോദ്യങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. കാരണം KDRBന്റെ മറ്റു പല സിലബസുകളിലും ചോദ്യങ്ങളുടെ ഹെഡിങ് മാത്രമുള്ള എണ്ണം ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് എണ്ണം ഉണ്ടെന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ സിലബസിന്റെ പാർട്ട് 3 എന്താണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. 10 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. നമുക്ക് ടെസ്റ്റിംഗ് സ്കിൽസ് ഫോർ കോംപ്രിഹെൻഷൻ വെച്ച് സ്കില്ല് ടെസ്റ്റ് ചെയ്യുക. ഒരു വലിയ പാസേജ് കൊടുക്കും, അതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് പറയേണ്ടി വരും? ചോദ്യങ്ങളുണ്ടാവും. അതുമായി കണക്ട് ചെയ്ത് താഴോട്ട് ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അടുത്ത് നോക്കാം. അപ്പം സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വായിച്ചു നോക്ക്. ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് പരിശോധനയാണ്. വൊക്കാബുലറി, ആന്റോണിം, സിനോണിം, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസർ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്. ശരിയല്ലേ? അപ്പോൾ ആന്റോണിം, സിനോണിം, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസർ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്.
അടുത്ത എന്താ ബോളിലേക്ക് നോക്കുക, ഗ്രാമാറ്റിക്കൽ പോർഷനാണ്. ആ ഗ്രാമറൽ ടെൻസ്, കറക്റ്റ് യൂസ്, കോമൺ എറേഴ്സ് ഇൻ യൂസിങ്, കൺകോഡ്, പ്രിപ്പോസിഷൻ, ട്രാൻസ്ഫർമേഷൻ ഓഫ് ടെൻസ് സെന്റൻസ്, ആക്റ്റീവ് പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓക്സിലറി, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എറർ ഐഡന്റിഫിക്കേഷൻ, അഡ്ജക്റ്റീവ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബുകൾ. വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്രയാണ് നമുക്ക് ശരിക്കും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വൊക്കാബുലറിയും ഗ്രാമാറ്റിക്കൽ പോർഷനും മിക്സ് ചെയ്ത് ഇംഗ്ലീഷ് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോവുക, പരിശോധിക്കുക. അടുത്ത സിലബസിലെ പാർട്ട് 4 നോക്കണേ. സിലബസിലെ പാർട്ട് 4 എന്താ? സിലബസിലെ പാർട്ട് 4 കൊടുത്തിരിക്കുന്നത് ശരിക്കും എന്താ? മലയാളമാണ്. സിലബസിലെ പാർട്ട് 4 ശരിക്കും എന്താ? മലയാളമാണ്. നോക്കണേ, മലയാളമാണ്. വ്യാകരണം, ഭാഷാ നൈപുണ്യം, അവതാരണം, വിവർത്തനം പോലുള്ള ടോപ്പിക്കുകൾ. ഗ്രാമർ, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, കോംപ്രിഹെൻഷൻ, ട്രാൻസ്ലേഷൻ. മലയാളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 10 മാർക്കാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെയാണ്, 10 മാർക്ക്. ലാംഗ്വേജ് എല്ലാം അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അടുത്ത വ്യാകരണവും ഭാഷാ നൈപുണ്യമാണ്. അത് അവിടെ ആദ്യം പറയുന്നു വാക്യത്തിന്റെ അന്വയം, അവിടെ പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള കഴിവ്. അടുത്തുള്ളത് ലിംഗം, പുരുഷൻ, വിഭക്തി, കാരകം, വചനം പോലുള്ള കാര്യങ്ങൾ. അടുത്തുള്ളത് നമുക്ക് ശരിക്കും കാലം, പ്രകാരം, അനുപ്രയാഗം, ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിന്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. വിശേഷണമാണ്. വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം പോലുള്ള കാര്യങ്ങൾ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. പദനിഷ്പാദനത്തിൽ ശരിക്കും നമുക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താൻ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. അടുത്ത നമുക്ക് വേണ്ടത് ശൈലിയാണ്. ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിലോ പ്രയോഗിക്കാനുമുള്ള ശേഷി. അങ്ങനെ മലയാളം 10 മാർക്കിന് കടന്നു പോകുന്നു. പിന്നെ ഒരു കോംപ്രിഹെൻഷനും മലയാളത്തിനും കൊടുത്തിട്ടുണ്ട്. അവതാരണം അല്ലെങ്കിൽ കോംപ്രിഹെൻഷനാണ്. ഗദ്യം ഉണ്ട് അല്ലെ. ഒരു ഗദ്യം കൃത്യമായി വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രതിപാദിക്കുന്ന ഗദ്യഭാഗങ്ങൾ വായിച്ച് ആശയങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ്. അതായത് ഒരു ഗദ്യം വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും, ആശയങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവണം. ഇനിയുള്ള വിവർത്തനമാണ്. ട്രാൻസ്ലേഷനാണ് വിവർത്തനം. പദങ്ങൾ, വാക്യങ്ങൾ, ശൈലികൾ എന്നിവയുടെ ശരിയായ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് വിവർത്തനം. ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ പാരഗ്രാഫോ സെന്റൻസോ വേർഡോ കൊടുക്കാം. അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രത്യേകം തരണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ടു മലയാളം ആയിരിക്കും, അല്ലെങ്കിൽ മലയാളം ടു ഇംഗ്ലീഷ് ആയിരിക്കും. അടുത്തുള്ള നമുക്ക് സിലബസിന്റെ പാർട്ട് 5 അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ പാർട്ട് 5 ആണ്. പാർട്ട് 5 ശരിക്കും കൊടുത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സയൻസ് ആണ് അല്ലേ. സിലബസിലെ പാർട്ട് 5 സയൻസ് ആണ്. സയൻസിൽ ആദ്യം പറയുന്നത് എന്താ? ഫിസിക്സ്. സയൻസിൽ ആദ്യം പറയുന്നു ആരാണ്? ഫിസിക്സ് ആണ്. ഫിസിക്സിന് എത്ര ചോദ്യങ്ങൾ? 5 ചോദ്യങ്ങളുണ്ട്, 5 ക്വസ്റ്റ്യൻ. ശരിയല്ലേ? 5 ചോദ്യങ്ങൾ, 5 ക്വസ്റ്റ്യൻസ്. ചോദ്യ ഭാഷ എങ്ങനെ? മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്? എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത? സയൻസ് എന്ന് പറയുന്ന വിഷയം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. നമ്മൾ കണ്ടു GK കറണ്ട് അഫെയർ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? എന്നാൽ മാത്സ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ സയൻസിലേക്ക് വരുമ്പോൾ ഒരു ഓഫർ ഉണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആദ്യം ഫിസിക്സ് 5 മാർക്കാണ്. അവിടെ നമുക്ക് നോക്കാം അളവുകളും യൂണിറ്റുകളും അല്ലേ. അളവുകളും യൂണിറ്റുകളും, അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ, ഉൽപ്പന്ന യൂണിറ്റുകൾ, അതുപോലെ യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ +1 NCERT ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. +1 NCERT ഫിസിക്സ്. അത് നമുക്ക് വായിച്ചു നോക്കാം. ചലനം, അത് വായിച്ചു നോക്കിയേ. ചലനവും ചലന നിയമങ്ങളും. അവിടെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം, ജഡത്വം, ആക്കം പോലുള്ള കാര്യങ്ങൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത എന്താ? വൈദ്യുത ഊർജ്ജമാണ്. അവിടെ വൈദ്യുത പ്രവാഹത്തിന്റെ താപബലം, പ്രകാശബലം, വൈദ്യുത കാന്തിക പ്രേരണം, വൈദ്യുതി ഉൽപാദനവും വിതരണവും. ക്ലിയർ അല്ലേ? വീണ്ടും മുന്നോട്ട് പോകുന്ന അടുത്ത എന്താണ്? ഗ്രഹ വൈദ്യുതീകരണം, വൈദ്യുതാഘാതം, മുൻകരുതലുകൾ. അടുത്ത് നോക്കാം. വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്ധനക്ഷമത, വിവിധ ഇന്ധനങ്ങൾ, കലോറിഫിക് മൂല്യം, സോളാർ എനർജി, അതുപോലെ ഹരിതോർജ്ജം, ഊർജ്ജ പ്രതിസന്ധി. അങ്ങനെ ഫിസിക്സ് കടന്നു പോകുന്നു. അടുത്ത പരിചയപ്പെടാം കെമിസ്ട്രി ആണ്. കെമിസ്ട്രി 5 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ ഭാഷ എങ്ങനെയാണ്? ആണോ മലയാളം ഓർ ഇംഗ്ലീഷ്? ചോദ്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാകും, 5 മാർക്ക്. അപ്പോൾ കെമിസ്ട്രി 5 ചോദ്യങ്ങൾ, 5 മാർക്ക്. ചോദ്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും കെമിസ്ട്രി. നോക്കി നിങ്ങൾ. ഒന്നെന്താ? വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ. അടുത്ത എന്താ? മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ. അടുത്ത എന്താ? ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അടുത്ത എന്താ? ജലം, ലായനികൾ. നോക്കണേ. വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ, ആസിഡ്, ജലം, ലായനി. പിന്നെയുള്ളത് ബയോളജിയാണ്. ബയോളജിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. 5 മാർക്ക്, 5 ക്വസ്റ്റ്യൻസ് അല്ലേ. 5 മാർക്കാണ്, 5 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി. ചോദ്യങ്ങളുടെ ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ. എങ്ങനെയാണ്? ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, ജീവിബന്ധങ്ങൾ, ശോഷണം, സംരക്ഷണം, മണ്ണു, വായു, ജലം, ജൈവവൈവിധ്യം, പോഷണ തലങ്ങൾ, മലിനീകരണം. അടുത്ത എന്താ? പ്രകാശ സംശ്ലേഷണം.
ബയോളജിയാണ്. അടുത്ത എന്താ? ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ ബോഡിയും അതിൻ്റെ ധർമ്മവും പ്രവർത്തനവും. അടുത്ത എന്താ? വിറ്റാമിൻ, പോഷകാഹാരം, പോഷകാവയവത്വ രോഗങ്ങൾ, സമീകൃത ആഹാരം, ഡയറ്റ് ഫുഡ്. അടുത്ത എന്താണ്? നോക്കൂ, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. അങ്ങനെ അത്രയും കടന്നു പോകുന്നു. അടുത്ത സിലബസിലെ പാർട്ട് 6 ആണ്, 6ാമത്തെ പാർട്ടാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? 10 ചോദ്യങ്ങളുണ്ട്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. IT ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ, മറക്കല്ലേ. IT ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ എങ്ങനെ? മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ. അപ്പോൾ IT എന്ന് പറയുന്ന വിഷയം ഇംഗ്ലീഷിൽ മാത്രമേ ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റിംഗ് ഉണ്ട്. പൊതുവേ GKയും കറണ്ട് അഫെയറും എങ്ങനെ? മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് എങ്ങനെ? സയൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. പിന്നെ മാത്സ് എങ്ങനെ? മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ IT എങ്ങനെ? ഇംഗ്ലീഷ് ഉള്ളി. അതാണ്ട് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഉള്ളി എന്ന് കൃത്യമായി ഇവിടെ കിടപ്പുണ്ട്. 10 ചോദ്യങ്ങളുണ്ട്, 10 മാർക്കാണ്. അവിടെ നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സുകളും ഫീച്ചേഴ്സുകളും, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറുകൾ, അടുത്ത കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹാർഡ്വെയർ സെഷന്, അടുത്ത എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അടുത്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അടുത്ത ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അടുത്ത എന്താ? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, അടുത്ത എന്താ? ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, അടുത്ത എന്താ? സൈബർ ലോസ്, സൈബർ ക്രൈംസ്. ക്ലിയർ അല്ലേ? അടുത്ത സിലബസിലെ പാർട്ട് 7. സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് 7 എന്താ? പാർട്ട് 7 എല്ലാ, അതായത് KDRBൻ്റെ എല്ലാ സിലബസുകളിലും പുതിയുള്ളൊരു പാർട്ടാണ് പാർട്ട് 7. അവിടെ എന്തൊക്കെയുണ്ട്? ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, അല്ലേ? വിവിധ ദേവസ്വം ബോർഡുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് നോക്കേണ്ടത് ശരിക്കും 15 ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാ ക്വസ്റ്റ്യൻസിൻ്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ്? ശരിക്കും മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. 15 ക്വസ്റ്റ്യനാണ്. 15 ക്വസ്റ്റ്യൻ 15 മാർക്കല്ലേ? ആകെ ചോദ്യങ്ങൾ 15 ക്വസ്റ്റ്യൻ 15 മാർക്കാണ്. ചോദ്യങ്ങൾ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, മറക്കരുതേ. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്. നോക്കി, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച, ദേവസ്വങ്ങളുടെ ആവിർഭാവം, പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും, നിലവിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയും രൂപീകരണം പ്രക്രിയയും ശ്രേണി ക്രമീകരണവും, വരുമാനത്തിൻ്റെ നിത്യപൂജാനുഷ്ഠാനങ്ങളെയും അടിസ്ഥാനമുള്ള ക്ഷേത്ര വർഗീകരണം, പ്രധാന ക്ഷേത്ര ഉത്സവങ്ങൾ, ആചാരപരവും ഭക്തിപരവുമായ അനുഷ്ഠാന ചടങ്ങുകൾ, അവയുടെ പ്രാധാന്യവും സാമൂഹിക പ്രസക്തിയും, ഹൈന്ദവ പുണ്യമാസങ്ങൾ, പുണ്യദിനങ്ങൾ, അവയുടെ ആധ്യാത്മിക പ്രാധാന്യം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, അതുപോലെ തന്നെ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, വിഖ്യാത ക്ഷേത്രവാദ്യ കലാകാരന്മാർ, വാസ്തുവിദ്യാ ഗുരുകുലം, വാദ്യവിദ്യാലയങ്ങൾ, ക്ഷേത്രകലാ പീഠങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പരിജ്ഞാനം, ഭക്തിപ്രസ്ഥാന നായകർ, വിഖ്യാത മതാചാര്യന്മാർ, ആത്മാചാര്യന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ആത്മീയ സദ്വചനങ്ങൾ, അവയുടെ ഉദ്ഘോഷകർ, ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ട് 1980, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ആവിർഭാവം, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭരണശ്രേണി ക്രമീകരണം, സാരഥികൾ. കൃത്യമായിട്ട് എന്തൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ നോക്കേണ്ടതെന്ന് കൃത്യമായി പറയുന്നു. അപ്പം ശരിക്കും അത് ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ. 1 ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിക്കണം, 2 ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ കലകളെക്കുറിച്ച് പഠിക്കുക, ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കുക, ക്ഷേത്രത്തിലെ അർച്ചനകളെക്കുറിച്ചും ക്ഷേത്രത്തിലെ പൂജകളെക്കുറിച്ചും പഠിക്കേണ്ടി വരും. പൂജകളുടെ ഡെപ്തിലേക്ക് പോകേണ്ട, ഓരോ പൂജേൻ്റെയും മുകളിൽ മതി, ഒരുപാട് ആഴത്തിലേക്ക് പോകേണ്ട, എന്നാലും അത്യാവശ്യം പറഞ്ഞിരിക്കണം. അതുപോലെ ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്രകലകൾ, പുണ്യഗ്രന്ഥങ്ങൾ, അതുപോലെ മതാചാര്യന്മാർ, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടെ ട്രാവൻകൂർ കൊച്ചി, അതാണ് ഏറ്റവും പ്രധാനം. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ട് 1950, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. അതുപോലെ കേരള ദേവസ്വം KDRBനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആയുർവേദത്തെക്കുറിച്ച് പഠിക്കുക, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ എന്നിവ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ വലിയൊരു സിലബസാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ PSCയിൽ പഠിക്കാത്തൊരു ടോപ്പിക്ക് അത് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളെ ഉൾപ്പെടുത്തിയാണ് നിലവിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ KDRBൻ്റെ 36 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 36 നോട്ടിഫിക്കേഷനും തീർച്ചയായിട്ടും സെഷൻ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിൽ ഓരോ, ഫോർ എക്സാമ്പിൾ ഡ്രൈവറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൽ ഇത്രയും വേണ്ട. സാനിറ്റേഷൻ വർക്കുകളിലും ഇത്രയും വേണ്ട. അപ്പം ഓരോ പോസ്റ്റുകളിലും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ സീരിയസ് ആയി പഠിക്കേണ്ടത് എവിടെ തന്നെയാണ്? ഏറ്റവും വലിയ ടോപ്പിക്കും ഏറ്റവും കൂടുതൽ കണ്ടന്റ് പഠിക്കുന്നത് എവിടെയാണ്? LD-ക്കകത്താണ്. മനസ്സിലായോ? അതെല്ലാം LD-ക്കകത്താണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. LDC ദേവസ്വം ബോർഡ്, KDRB ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് വിളിച്ചിരിക്കുന്ന LDC പോസ്റ്റുകളാണ്. KDRB കേരള ട്രാവൻകൂർ അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെ ഒന്ന് നോക്കിക്കോണം. ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള കോച്ചിങ് നമ്മൾ AZBയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ AZBൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കോഴ്സുകളെ കുറിച്ച് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന 10-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ വിശദീകരണങ്ങൾ അറിയാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ നേരെ ഗൂഗിളിൽ കയറുക, അവിടെ AZB കോഴ്സുകൾ എന്ന് കൊടുക്കുമ്പോഴേ കോഴ്സുകൾ കിട്ടാം. അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്നില്ലെന്നേ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. നമ്മളെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു കൂപ്പൺ ഉൾപ്പെടെ, കൂപ്പൺ മാത്രമല്ല ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കോഴ്സ് നിങ്ങളത് പർച്ചേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കൂപ്പൺ കോഡ് ചോദിക്കുക അല്ലേ. അങ്ങനെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട കോഡ് ഏതാ? Arun20. അപ്പോൾ നിലവിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 3028 പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കൂപ്പൺ കോഡുണ്ട്, Arun20 എന്നൊരു കൂപ്പൺ കോഡ്, ഒരു ഡിസ്കൗണ്ട് കോഡാണ്. ആ കോഡ് കൊടുക്കുകയാണെങ്കിൽ ഈ 3028 താഴ്ന്ന് ഏകദേശം ഒരു 2800 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പ്രൈസുകൾ താഴുന്നതായിരിക്കും. അപ്പോൾ Arun20 എന്നൊരു ഡിസ്കൗണ്ട് കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ 2600-നും 2800-നും ഇടയ്ക്ക് പ്രൈസുകൾ വരാം കേട്ടോ. 2600-നും 2800-നും ഇടയ്ക്ക് പ്രൈസുകൾ നിലനിർത്താൻ കഴിയും. Arun20 എന്നൊരു ഡിസ്കൗണ്ട് കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബാച്ചുകളെ പറ്റിയോ ഈ കോഴ്സുകളെ പറ്റിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൃത്യമായിട്ടൊരു കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. അവിടെ കൃത്യമായിട്ട് നമ്പറുകൾ ഉണ്ട്, ആ നമ്പറിൽ കൃത്യമായിട്ട് വിളിക്കുക. അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനെ കൊണ്ട് ഒരു ഗൂഗിൾ ഫോമും കൂടെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. എല്ലാ ഡൗട്ടുകളും ഓക്കെയോ? അപ്പം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ സിലബസ് ആദ്യം നിങ്ങൾ ദേവസ്വം ബോർഡ് KDRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആദ്യം സിലബസിനെ മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. കാരണം സിലബസ് അത്യാവശ്യം ടഫാണ്. അപ്പോൾ സിലബസിനെ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, PSC എന്നുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിയുക, ശേഷം സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതിശക്തമായി പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ക്ലാസ് AZBൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ട്, അതും അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.